വചനസാരം വചനസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനസാരത്തിന്റെ ഒരു പുതിയ ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ജൂൺ 5 ബുധനാഴ്ച. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 12 18 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. പുനരുദ്ധാനമില്ല എന്ന് വാദിക്കുന്ന സദുക്കേയർ വന്ന് ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ വിവാഹം കഴിച്ചു, സന്താനമില്ലാതെ മരിച്ചു. അയാളുടെ സഹോദരൻ അവളെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ 7 സഹോദരന്മാരും ഇങ്ങനെ വിവാഹം കഴിക്കുകയും സന്താനമില്ലാതെ മരിക്കുകയും ചെയ്തു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആകെ കുഴപ്പിക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യം ചോദിക്കുകയാണ്. അവർ പറയുന്നത് പുനരുദ്ധാനമില്ല എന്നാണ്. ഈശോയുടെ കാലഘട്ടത്തിലെ വളരെ പ്രധാനപ്പെട്ട 2 ആളുകളായിരുന്നു, മതത്തിന്റെ പ്രമാണിമാരായിരുന്നു ഫരിസേയരും സദുശേയരും. നിയമഗ്രന്ഥങ്ങളെയും പ്രവാചകന്മാരെയും കുറിച്ച് വ്യക്തമായി പഠിച്ചുകൊണ്ട് അവർ എല്ലാത്തിനെയും വളരെ ദൈവപരമായിട്ട് വിമർശിക്കുകയും വിശകലനം ചെയ്യുന്നവരുമായിരുന്നു. അവരാണ് ഇപ്രകാരമുള്ള ഒരു ചോദ്യം ചോദിച്ച് ജീവന്റെ നാഥനായ ഈശോയെ പലപ്പോഴും പരിഹസിക്കുകയും പരീക്ഷിച്ചും കൊണ്ടിരുന്നത്. ഇന്നത്തെ സുവിശേഷത്തില് അവർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, പുനരുദ്ധാനം ഇല്ല എന്ന് വാദിക്കുന്ന അവര് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ഈശോ അടുത്തേക്ക് വരുന്നത്. ഈ സദുക്കേയരുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇത് സദുക്കേയരുടെ മാത്രം ഒരു ചോദ്യമാണോ എന്ന്. എന്നാൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളരുന്ന പലരും ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ഒരു തവണയെങ്കിലും മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാകാം. എന്തിനു വേണ്ടിയാണ് വിശ്വസിക്കുന്നത്? ദൈവമുണ്ടോ? ജീവിതത്തിന് അർത്ഥമുണ്ടോ? ആത്മാവുണ്ടോ? മരണശേഷം മനുഷ്യന് ജീവനുണ്ടോ എന്നെല്ലാം പലപ്പോഴും വിശ്വാസികളായ നമ്മൾ പോലും ചോദിക്കുമ്പോൾ നമ്മൾ ആ സദുശേയരിൽ നിന്നും ഒട്ടും വ്യത്യസ്തരല്ല എന്ന് തിരിച്ചറിയുക. ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മരണാന്തര ജീവിതത്തിനെ മുൻനിർത്തി ജീവിക്കണമെന്ന് പറയാറുണ്ട്. ഇനി മരണാന്തര ജീവിതത്തെ മുൻനിർത്തിയില്ല ജീവിക്കുന്നെങ്കിൽ കൂടി ഈശോയുടെ പ്രബോധനങ്ങൾ അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാൻ ക്രൈസ്തവരായ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് സ്വയമേ ഞാനും ചോദിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ മരണം എന്നുള്ളത് അവസാനമായി കണ്ടുകൊണ്ട് ഒരു സ്വാഭാവിക മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? അല്ല എങ്കിൽ എൻ്റെ ഹൃദയത്തിന്റെ കോണിൽ, ആത്മാവിന്റെ കോണിൽ സ്വർഗമെന്ന ആ മനോഹര സ്വപ്നവും അവിടെ എൻ്റെ സ്വർഗസ്വനായ പിതാവിനോടൊപ്പമുള്ള സഹവാസവും ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണോ എൻ്റെ വാക്കും ചിന്തയും പ്രവൃത്തിയും ഞാൻ ക്രമീകരിക്കുന്നത്? ഈ ചോദ്യം എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ ജീവിതത്തില് ദൈവസാന്നിധ്യത്തിൽ ചിലവഴിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ദിവസം ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. ആമേൻ. വചനസാരം വചനസാരം.